സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം ഓരോ ദിവസവും സർവകാല റെക്കോർഡുകൾ ഭേദിക്കുകയാണ്. ഏപ്രിൽ 14-ന് വൈദ്യുതി ഉപഭോഗം 112.52 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു. 14-ന് രാത്രി വൈദ്യുതി ആവശ്യകത 6012 മെഗാവാട്ടായി. തൊട്ടു മുൻപത്തെ ദിവസം, അതായത് ഏപ്രിൽ 13-നും സർവകാല റെക്കോർഡായിരുന്നു. അത് മറികടന്നുകൊണ്ടായിരുന്നു ഏപ്രിൽ 14-ലെ വൈദ്യുതി ഉപഭോഗം. 13-ന് കേരളത്തിലെ വൈദ്യുതി ആവശ്യകത 5933 മെഗാവാട്ടും ഉപഭോഗം 112.16 ദശലക്ഷം യൂണിറ്റുമായിരുന്നു. ചൂട് കനത്തതോടെ വൈദ്യുതി ഉപയോഗം കൂടിയത് തന്നെയാണ് ഇതിനുള്ള കാരണം. വൈദ്യുതി ഉപയോഗം വർദ്ധിക്കുന്ന പ്രവണത തുടങ്ങിയത് മാർച്ച് 24-നായിരുന്നു. മാർച്ച് 24-ന് വൈദ്യുതി ആവശ്യകത രാത്രി 5621 മെഗാവാട്ടായിരുന്നു. 105.22 ദശലക്ഷം യൂണിറ്റായിരുന്നു ഉപയോഗം. തൊട്ടടുത്ത ദിവസം മാർച്ച് 25-ന് പിന്നെയും ഉപഭോഗം കുതിച്ചുയർന്ന സർവകാല റെക്കോർഡിലെത്തി. വൈദ്യുതി ആവശ്യകത 5802 മെഗാവാട്ടിലെത്തി. 108.03 ദശലക്ഷം യൂണിറ്റായി ഉപയോഗം. മാർച്ച് മാസത്തിൽ തുടർന്ന റെക്കോർഡ് വൈദ്യുതി ഉപയോഗം അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തിലും ഉണ്ടായി. ഈ വൈദ്യുതി ഉപഭോഗം ഇങ്ങനെ കൂടാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ചൂടിന്റെ കാഠിന്യം കൂടുന്നത് തന്നെയാണ് കാരണം. പകൽ സമയവും രാത്രി സമയവും വൈദ്യുതി ഉപഭോഗം കൂടി. മുൻകാലങ്ങളിലെ വൈദ്യുതി ഉപഭോഗത്തിന്റെ പീക്ക് ടൈം വൈകിട്ട് 6 മണി മുതൽ രാത്രി 11 മണി വരെയായിരുന്നു. എന്നാൽ ചൂട് കനത്തതോടെ കഴിഞ്ഞ വർഷം മുതൽ ഉപഭോഗം ഏറ്റവും കൂടുതൽ നടക്കുന്ന പീക്ക് ടൈം രാത്രി 11 മണിയും കഴിഞ്ഞ് പുലർച്ചെ 2 മണി വരെയായി. ചൂട് കാരണം രാത്രി ഉപയോഗിക്കുന്ന ഫാനുകളുടെ എണ്ണവും സമയവും കൂടി. AC ഉപയോഗവും പുലർച്ചെ 2 മണി കഴിഞ്ഞും നീളുന്ന സ്ഥിതിയാണുണ്ടായത്. മാത്രമല്ല, ചൂട് കൂടുന്ന ദിവസങ്ങളിൽ AC-യുടെ തണുപ്പ് കൂട്ടുന്നതും വൈദ്യുതി ഉപഭോഗം കൂടാൻ കാരണമാകുന്നു. ഇതിന് പുറമെ വൈദ്യുതി വാഹനങ്ങളുടെ ചാർജിങ്ങും രാത്രിയിൽ നടക്കുന്നുണ്ട്. വൈദ്യുതി ഉപഭോഗം കൂടാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായത് പാചകവാതക പ്രതിസന്ധി തന്നെയാണ്. LPG ക്ഷാമം ഉണ്ടായതോടെ ഗാർഹിക ഉപഭോക്താക്കൾ അധികവും ഇൻഡക്ഷൻ കുക്കറിൽ പാചകം ചെയ്യാൻ തുടങ്ങി. പാചകം ചെയ്യുന്ന സമയവും കൂടി. അതിനാൽ വരും ദിവസങ്ങളിലും വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡുകൾ ഭേദിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.